بسم الله الرحمن الرحيم എന്താണ് റൂഹ്? റൂഹ് എന്നത് മനുഷ്യന്റെ അദൃശ്യവും ദിവ്യവുമായ സത്തയെയാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ റൂഹിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അറിവ് അള്ളാഹുവിനാണെന്നും മനുഷ്യന് അല്പം മാത്രമേ അതിനെക്കുറിച്ച് നൽകിയിട്ടുള്ളൂ എന്നും പറയുന്നു. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അവർ നിന്നോട് ആത്മാവിനെപ്പറ്റി ചോദിക്കുന്നു. പറയുക, ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു. വളരെ കുറഞ്ഞ അറിവ് മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഈ വിശുദ്ധ ഖുർആന്റെ വാക്യം റൂഹിൻ്റെ നിഗൂഢവും ദൈവികവുമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു. സൂഫികളെ സംബന്ധിച്ചിടത്തോളം റൂഹ് എന്നത് റബ്ബിൽ നിന്ന് നേരിട്ട് ഊതിച്ചേർക്കപ്പെട്ട ഒരു ദിവ്യാംശമാണ്. ആദം നബി അലൈഹിസ്സലാമിന് ജീവൻ നൽകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ റൂഹിൽ നിന്ന് ഊതി എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ റൂഹിന് ദൈവവുമായി നേരിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്നും മനുഷ്യനിലെ ഏറ്റവും പരിശുദ്ധമായ ഘടകമാണ് ഇതെന്നുമാണ്. ശരീരവും മനസ്സുമെല്ലാം നശ്വരമാണെങ്കിൽ റൂഹ് അനശ്വരമാണ്. സൂഫിസത്തിൽ റൂഹിനെ മനസ്സിലാക്കുമ്പോൾ നഫ്സ് എന്ന ആശയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് നഫ്സ്? നഫ്സ് എന്നത് മനുഷ്യൻ്റെ സ്വയം അഹംഭാവം, ആഗ്രഹം, വികാരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇതിനെ താഴ്ന്ന ആത്മാവ് എന്നും പറയാം. നഫ്സിന് നല്ലതും ചീത്തയുമായ പ്രവണതകളുണ്ട്. നഫ്സിനെ നിയന്ത്രിച്ചും ശുദ്ധീകരിച്ചും റൂഹിൻ്റെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുക എന്നതാണ് സൂഫി പാതയുടെ പ്രധാന ലക്ഷ്യം. റൂഹ് ദിവ്യത്വവുമായി ബന്ധപ്പെട്ടതാണ്. ശുദ്ധം, ശാന്തം, സത്യത്തെ തേടുന്നതും. നഫ്സാണെങ്കിൽ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ടതാണ്. ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, അഹന്ത എന്നിവയുടെ ഉറവിടമാണത്. സൂഫികളുടെ ആത്മീയ യാത്ര എന്നത് നഫ്സിൻ്റെ സ്വാധീനത്തിൽ നിന്ന് റൂഹിനെ മോചിപ്പിച്ച് അതിൻ്റെ യഥാർത്ഥ ദിവ്യത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ്. ഇതിനെ നഫ്സിനെ വധിക്കുക എന്ന് സൂഫികൾ പറയുന്നു. റൂഹാണ് മനുഷ്യനെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വർത്തിക്കുന്നത്. റൂഹിനെ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ് ദൈവസാമീപ്യം നേടാൻ സാധിക്കുന്നത്. റൂഹിൻ്റെ ഉണർവ് ആന്തരികമായ ഒരു പ്രകാശത്തിലേക്കും ഉൾക്കാഴ്ചയിലേക്കും